ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ലേലൂസ് ലീഫ്. മനോരമ ഹോർത്തൂസ് കലാ സാഹിത്യോത്സവം 2025 ഈ ഒരു പ്രോഗ്രാം മറൈൻ ഡ്രൈവില് സുഭാഷ് പാർക്കിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് 27, 28, 29 ഈ ദിവസങ്ങളിലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാർ അതേപോലെ തന്നെ ഒരുപാട് നടന്മാരൊക്കെ ഈ ഒരു കലാവേദിയിൽ വന്നിട്ട് സംഗമിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അവിടെ. അതായത് പൊതുവേ സാഹിത്യ വേദിയിൽ ഇങ്ങനത്തെ നല്ല തിരക്കുണ്ടാവും. പക്ഷെ അതിലും കൂടുതൽ തിരക്കായപ്പോൾ ആരാണ് ഗസ്റ്റ്, ആരാണ് വരുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മമ്മൂക്കയാണ് കേട്ടോ വരുന്നത്. അതിന് തൊട്ട് മുമ്പ് യൂസുഫ് അലി സാറൊക്കെ വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും മമ്മൂക്ക് വന്നതല്ലേ, നമുക്കൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക് വരികയും അങ്ങനെ പ്രേക്ഷകരോട്, അതായത് കാണികളോടൊക്കെ നല്ലൊരു അഭിസംബോധനം ചെയ്തിട്ടാണ് മൂപ്പര് വേദിയിലേക്ക് കയറിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മമ്മൂക്കയെ കാണുന്നത്. ഒരുപാട് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂപ്പരെ പിന്നെ ഞാൻ വീഡിയോ പകർത്താനും വേണ്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ സുഭാഷ് പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അടിപൊളിയായിട്ട് ഇങ്ങനെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഓരോ സെക്ഷനും. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും ഇപ്പോഴുണ്ടാകുക. പിന്നെ നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഒരു 3 ദിവസമാണ് ഈ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കാണ് സുഭാഷ് പാർക്ക്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെ അലങ്കരിച്ചത് കണ്ടോ, ഇവിടുത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ അവർ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു 5-6 കളികളെന്ന് പറയുമല്ലോ, അങ്ങനെയാണ് ഈ ഒരു ഗാർഡന് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മെയിനായിട്ട് കുട്ടികൾക്കുള്ള പാർക്കാണുള്ളത്. പിന്നെ ഇതുപോലത്തെ നല്ല പച്ച പരവതാനികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വിശ്രമിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലേസ്. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. പല ഫ്ലേവറിലാണ് കേട്ടോ അവിടെ ഐസ്ക്രീം ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ അവിടുന്ന് പുറത്ത് പോരുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കവാടം. അതായത് അതിൻ്റെ മുഴുവനും പത്രങ്ങൾ കൊണ്ടാണ് ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. പത്രത്തിൻ്റെ കട്ടിങ്സ് ഉണ്ടാവുമല്ലോ ഓരോരോ ഭാഗങ്ങൾ, അതൊക്കെ ചെയ്തിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവരുടെ ഒരു കലാപരിപാടി, അതായത് ഇഷ്ടം പോലെ എന്താണ് കുട്ടികളെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.